ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ. ഹരി ഓം തത്സത്. അപ്പൊ ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ ഗോപാൽപുരത്ത് പറഞ്ഞ പോലെ അങ്ങനെ വലിയ പാണ്ഡിത്യമൊന്നും എനിക്കില്ല. ഇത് പറയാൻ, കഥകൾ പറയാൻ, അല്ലെങ്കിൽ പ്രഭുപാദരുടെ പർപ്പട്ടുകൾ പറയാൻ, വിവരിക്കാൻ എനിക്ക് താല്പര്യമാണ്. എല്ലാം പ്രഭുപാദരുടെ പർപ്പട്ടിൽ നിന്നും തന്നെയാണ് എല്ലാം നമുക്ക് കിട്ടുന്നത്. പിന്നെ കുറവ് എന്ന് പറയാനായിട്ട് കുറച്ച് വിവരത്തിന്റെ കുറവ് ഞാൻ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് വളരെയധികം ഈ സ്ക്രിപ്റ്റേഴ്സ് ആയാലും ഭഗവത്ഗീതയിലും ഒരുപാട് ജ്ഞാനം ഉണ്ടായിരിക്കും. അതിനേക്കാളൊക്കെ വളരെ വളരെ താഴ്ത്താണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും പാദങ്ങളിൽ ഞാൻ വണങ്ങുന്നു, വന്ദിക്കുന്നു. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 16, ചാപ്റ്റർ 16, ശ്ലോകം 20. ഞാൻ ചൊല്ലാം, ഏറ്റുചൊല്ലുക. 3 പ്രാവശ്യം ചൊല്ലും. അതിനുശേഷം പ്രഭുജീസ് ആരെങ്കിലും ഒരു 2-3 പേര് വേർഡ് മീനിങ് വായിക്കാം, കൂടെ വായിച്ചാൽ മതി. കൗന്ദേയ, ഹേ കൗന്ദേയ, ആസുരിയായ യോനിയെ ആപന്ന പ്രാപിച്ചവരായിട്ട് ജന്മനി ജന്മം തോറും മൂഢാത്മാക്കൾ മോഹഭ്രാന്തരായി മാം എന്നെ അപ്രാപ്യ ഏവ പ്രാപിക്കാതെ തന്നെ തതഹ അതിൽ നിന്ന് അധമമായ ഗതിയെ യാന്തി പ്രാപിക്കുന്നു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഹേ കുന്തിപുത്ര, ആസുര ജീവഗണങ്ങളിൽ അനേകം തവണ ജന്മമെടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എന്റെ അടുത്തെത്തുകയില്ല. ക്രമേണ അധികം നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ത്തപ്പെടും. ഹരേ കൃഷ്ണ. ഇപ്പോ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ഈ 16-ാം അധ്യായത്തിലെ ദേവാസുര ഭാഗങ്ങൾ, അല്ലെ, ദേവാസുര ഭാവങ്ങൾ, ഡിവൈൻ ആൻഡ് ഡെമോണിയാക് നേച്ചേഴ്സ്, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾക്കറിയാം ഭഗവാൻ എന്തിനാണ് ഈ ദേവാസുര ഭാവങ്ങൾ ഇപ്പൊ പറയുന്നത്. നമ്മളിപ്പോ കുറെ ആഴ്ചകളായിട്ട് കുറെ ദൈവിക ഗുണങ്ങളെ കുറിച്ച് കണ്ടു. നമ്മളിൽ ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ നമ്മളിലുള്ള, അതുപോലെ തന്നെ നമ്മളിലുള്ള ആസുരിക ഗുണങ്ങൾ കണ്ടു. ഇതിൽ ചിലത് പ്രകടമാകും. ദൈവികം പ്രകടമാകുകയാണെങ്കിൽ നല്ലത്, ആസുരികമാണ് പ്രകടമാകുന്നതെങ്കിൽ നല്ലതല്ല. എന്തിനാണ് ഭഗവാൻ ഇത് പറയുന്നത്? അപ്പൊ ഭഗവത്ഗീതയിൽ നമുക്കറിയാം 18 അധ്യായങ്ങളുണ്ട്, അല്ലെ, അധ്യായങ്ങളുണ്ട്. അപ്പൊ 3 വിഭാഗമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 6 വരെ വരുന്നത് കർമ്മയോഗമാണ്. 7 മുതൽ 12 വരെ വരുന്നത് ഏതാണ്? ഭക്തിയോഗമാണ്, അല്ലെ, 12. അപ്പൊ 12 മതിയാക്കാം, അല്ലെ, 12 മതി. ഭക്തിയോഗം കഴിഞ്ഞല്ലോ. ഭക്തിയോഗമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഭഗവാനുമായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ഭക്തിയിൽ ഒരു ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഭക്തിയോഗത്തിൽ ഭഗവാൻ നിർത്തിയില്ല. എന്തുകൊണ്ട് നിർത്തിയില്ല? കാരണം ആ ഭക്തിയോഗത്തിന്റെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതായത് എന്നെ ആശ്രയിക്കണം, പക്ഷെ അതിന് എന്നെ ആശ്രയിക്കുന്നവരെ ഞാൻ കൈപിടിച്ച് ഉയർത്തും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ. അപ്പൊ കൈപിടിച്ച് ഉയരണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് അതിനെക്കുറിച്ച് അറിയണം, ശരിയല്ലേ? ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾക്ക് ഈ കലിയുഗം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പല സ്വഭാവക്കാരുണ്ട്, അല്ലെ. ദൈവിക ഗുണങ്ങളുള്ളവരും ആസുരിക ഗുണങ്ങളും എല്ലാം ഇടപഴകി നമ്മൾ ജീവിക്കുകയാണ്. അപ്പൊ ഇവിടെ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും. ശരിയല്ലേ? അല്ലെ? ശരിയാണ്. അപ്പോ ആ ഒരു തെറ്റും ശരിയും വേർതിരിച്ചറിയണം. കൃത്യമായ പാതയിൽ, അല്ലെങ്കിൽ കൃത്യമായ ഒരു ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്ററെ, അല്ലെങ്കിൽ ഒരു സക്സഷനെ, ഒരു പരമ്പരയെ നമുക്ക് പിന്തുടരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിവ് വേണം. ആ അറിവിനായിട്ട് ഭഗവാൻ 13 മുതൽ 18 വരെ ജ്ഞാനയോഗ ഉപദേശിക്കുക. അപ്പോ കർമ്മത്തിലൂടെ നമുക്ക് യോഗ സാധിക്കും. കർമ്മം ചെയ്ത് നിഷ്കാമ കർമ്മത്തിലൂടെ
നമുക്ക് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാം. നേരിട്ട് ഭക്തിയിലൂടെ നമുക്ക് സാധിക്കും. ഇതൊന്നും വേണ്ട, ഒരു ജ്ഞാനവും വേണ്ട, ഒരു ജ്ഞാനവും ഇല്ലാണ്ട് വേണ്ടി നമുക്ക് സാധിക്കാം. പക്ഷെ നമുക്ക് അതിന് അത്രയും സുഹൃതം ചെയ്തവരായിരിക്കണം. ഇനി അതും ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഓപ്ഷനാണ് ജ്ഞാനത്തിലൂടെ തന്നിരിക്കുന്നത്. അപ്പോ ഭക്തിയോഗയെ സാൻഡ്വിച്ച് പോലെ നടുക്കാണ് ഭക്തിയോഗ വെച്ചിരിക്കുന്നത് ഭഗവാൻ. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ജ്ഞാനയോഗമല്ല, നമുക്കറിയാം ഭക്തിയോഗമാണ്. എന്നിട്ട് അതിന് അവസാനമല്ല വെച്ചിരിക്കുന്നത്, നടുക്കാണ്. കാരണം നമുക്ക് എന്താ അറിയാം, നമ്മുടെ ക്രീം ബിസ്ക്കറ്റ് പോലെയാണ് അല്ലെ. ക്രീം ബിസ്ക്കറ്റിന്റെ ക്രീം നടുക്കായിരിക്കും. അപ്പൊ കർമ്മയോഗയുടെ സൈഡിൽ നിന്ന് കടിച്ചാലും ക്രീം കിട്ടും, ജ്ഞാനയോഗയുടെ സൈഡിൽ നിന്ന് കടിച്ചാലും നമുക്ക് ക്രീം കിട്ടും അല്ലെ. അപ്പോ ആ ക്രീമാണ് നമ്മുടെ ഭക്തിയോഗം. അപ്പോ അതിനെ നടുക്കാണ് കാണിച്ചത്. അപ്പോ അത് കഴിഞ്ഞ 13ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഭഗവാൻ പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം എന്നുള്ള കാര്യങ്ങളെല്ലാം അർജുനൻ ചോദിക്കുന്നുണ്ട്. അർജുനന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഭഗവാൻ ഇതെല്ലാം പറയുന്നത്. എന്താണ് പ്രകൃതി, എന്താണ് പുരുഷൻ അല്ലെ, എന്താണ് ക്ഷേത്രം, ഈ ശരീരമാണ് ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ ആരാണ്, ക്ഷേത്രജ്ഞൻ ജീവാത്മാവുമാണ്, എന്നാൽ പരമാത്മാവും ക്ഷേത്രജ്ഞനാണ്. ജ്ഞാനം എന്താണ് അത് പറയുന്നുണ്ട്. പ്രധാനമായും ജ്ഞാനം ഭഗവത്ഗീത നമ്മൾ 16ാം അധ്യായത്തിലെത്തി. നമുക്കൊന്നും ഒളിച്ചു വെക്കാനില്ല, ഗുഹ്യജ്ഞാനമൊക്കെ നമ്മൾ കടന്നു പോകുന്നു. രാജവിദ്യ, രാജഗുഹ്യോഗം 9ാം അധ്യായമൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ നമുക്കറിയാം ഫണ്ടമെന്റൽ ആയിട്ട് ഭഗവത്ഗീത ആദ്യം നമുക്ക് പറഞ്ഞു വരുന്നത് 2ാമത്തെ അധ്യായത്തിൽ പ്രഭാതര് ഗീതാവിഷയ സംഗ്രഹം എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് സാഖ്യം പറയുന്നുണ്ട് അല്ലെ. സാഖ്യം എന്ന് വെച്ചാൽ നമ്മുടെ അനാലിറ്റിക്കൽ സ്റ്റഡി ഓഫ് സോൾ ആൻഡ് ബോഡിയാണ് അല്ലെ. അപ്പൊ നമുക്കത് തരം തിരിച്ച് ഒരുപാട് ശ്ലോകങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ജ്ഞാനം ഏത് തന്നെയാണ്, നമ്മൾ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ജ്ഞാനമാണ്. ഇത് പറയാൻ എളുപ്പമാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്, മനസ്സിലേക്ക് ഉൾക്കൊള്ളുന്നതാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ. അപ്പോ അങ്ങനെ 13 കഴിഞ്ഞു. പിന്നെ 14 വന്നപ്പോൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. മോഡ് ഓഫ് പാഷൻ, മോഡ് ഓഫ് ഗുഡ്നെസ്, പാഷൻ ആൻഡ് ഇഗ്നോറൻസ്. അപ്പൊ സത്വ, രജോ, തമോ ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ വിശദമായിട്ട് ഒരു അധ്യായം നമുക്ക് തന്നു. അപ്പൊ അതിലൂടെ നമുക്ക് നമ്മളെ റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഭൗതിക ലോകത്ത് നമ്മൾ പെടുന്നത്, ഓരോ ഇതിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടീഷൻഡ് സോൾ ആകുന്നത്, അല്ലെങ്കിൽ ബദ്ധ ജീവാത്മാവാകുന്നത്, വരുന്ന ജീവാത്മാവ് എങ്ങനെയാണ് ബദ്ധനാകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം ഭഗവാൻ 15 പുരുഷോത്തമ യോഗം പറഞ്ഞു. അവിടെ നിർത്താം അല്ലെ. പുരുഷോത്തമ യോഗത്തിൽ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ഈ ഭൗതിക ലോകം എന്നുള്ള തലകീഴായ ഒരു അശ്വത്ഥ മരമാണെന്ന് പറഞ്ഞിട്ടാണ് അല്ലെ ഭഗവാൻ ആ അധ്യായം തന്നെ 15 തുടങ്ങുന്നതിന് ശേഷം ഒരു 3-4 ശ്ലോകം കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചാണ് മുഴുവനായിട്ട് അങ്ങനത്തെ പറയുന്നത് പുരുഷോത്തമ യോഗം. നമ്മൾ അത് കേട്ടു. അതിനുശേഷം ഭഗവാൻ എന്തിനാണ് ദേവാസുര ഭാവങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത്, ഇത്രയും വിശദമാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം അറിഞ്ഞാലും നമ്മൾ ഒരു പ്രധാന കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ 2 തരം ഗുണങ്ങളുണ്ട് നമ്മളിൽ. ദൈവിക ഗുണമുണ്ട്, ആസുരിക ഗുണമുണ്ട്. അപ്പൊ ദൈവിക ഗുണമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ, ആ ദൈവിക ഗുണത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കും, നമുക്ക് എന്ത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും, നമ്മളുടെ ജന്മ മൃത്യു സൈക്കിൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഒരു ബ്രേക്ക് ചെയ്യാന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അപ്പൊ അതിന് നമുക്ക് ആ ഗുണങ്ങൾ ആവശ്യമാണ്. അതേസമയം നമുക്ക് ആസുര ഗുണങ്ങളാണ് നമ്മൾ വെച്ച് പുലർത്തുന്നതെങ്കിൽ നമുക്ക് ഒരു രീതിയിലും ഈ ജന്മമൃത്യു സൈക്കിള് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അത് വളരെയധികം നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ അടുത്തേക്ക് ഒരിക്കലും നമുക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളൊരു കാര്യം. അപ്പോ അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഭഗവാൻ ഈ ഒരു ഗുണങ്ങളെ കുറിച്ച് ഇവിടെ വളരെ വിശദമായിട്ട് ഈ ഒരു അധ്യായത്തില് 16ാമത്തെ അധ്യായത്തില് വിശദമായിട്ട് പറയുന്നു. ഇവിടെ നമ്മൾ കണ്ടു 3 ശ്ലോകങ്ങളിൽ അല്ലെ, 1 മുതൽ 3 വരെ ശ്ലോകങ്ങളിൽ ഭഗവാൻ 26 ദൈവിക ഗുണങ്ങളെ ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കുന്നുണ്ട് അല്ലെ. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എല്ലാവരും പറഞ്ഞു 4 മുതൽ പിന്നെ ഇങ്ങോട്ട് വരുന്ന എല്ലാം ആസുരിക ഗുണങ്ങളാണ് അല്ലെ. എന്തുകൊണ്ടാണ് ആസുരിക ഗുണങ്ങളെ ഇത്രയും വിശദമാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മള് നല്ല കൂട്ടുകെട്ടിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം ഒരു ചീത്ത കൂട്ടുകെട്ടുകളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും അല്ലെ. നമുക്ക് ജ്ഞാനം ആവശ്യമാണ്, എല്ലാ രീതിയിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ അറിവില്ലായ്മ നമ്മളെ ഓരോ കുഴിയിൽ കൊണ്ടുവന്ന് ചാടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം, എന്ത് നമ്മൾക്ക് വേണ്ട എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു ഇനി അടുത്ത ശ്ലോകത്തേക്ക് വരുമ്പോ പ്രധാനമായ 3 നരകത്തിന്റെ കാമം, ക്രോധം, ലോഭം ഒക്കെ വളരെ വിശദമായിട്ട് ഭഗവാൻ അവസാനത്തെ 4 ശ്ലോകങ്ങളിൽ അത് പറഞ്ഞാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഈ ശ്ലോകത്തിന്റെ
വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഭാവാർത്ഥം നോക്കാം. ഭാവാർത്ഥം ബൈ ശ്രീലപ്രഭ, ജയ് ശ്രീലപ്രഭ. ഈ ശ്ലോകത്തിന്റെ വിവർത്തനം എന്തായിരുന്നു? തൊട്ട് മുന്നത്തെ ശ്ലോകം നോക്കിയാൽ അറിയാൻ പറ്റും. 19 പറഞ്ഞത്, ഈർഷ്യാലുക്കളും ദുർബുദ്ധികളുമായ ഈ മനുഷ്യാധമന്മാരെ ഭൗതിക ജീവിത സാഗരത്തിലെ ആസുര യോനികളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നു. ഭഗവാൻ ഇത്തിരി ഹാർഡായിട്ട് പറയുന്ന പോലെ തോന്നണില്ലേ? അതായത് തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് വെച്ചാല് അതിന് തൊട്ട് മുന്നേ ആസുര സ്വഭാവം, 4-ാമത്തെ ശ്ലോകം തുടങ്ങി ആസുരിക സ്വഭാവികളെ, അല്ലെ, ഡെമോണിയക് നേച്ചേഴ്സ് ഉള്ള ആൾക്കാരെ പറ്റി പറഞ്ഞു വന്ന് 19 എത്തിയപ്പോ ഭഗവാൻ പറയുവാണ്, ഇത്തരം ആൾക്കാർ, ഇങ്ങനെയുള്ള ആസുരിക സ്വഭാവമാണ് നിങ്ങൾ വച്ചു പുലർത്തുന്നതെങ്കിൽ ഞാൻ അവരെ ആസുരിക, അതായത് അവരെ ഈ ഭൗതിക ലോകത്തെ അസുര ജന്മങ്ങളായിട്ട് തന്നെ ഞാൻ ജനിപ്പിക്കും. എന്ന് വെച്ചാൽ ഭഗവാൻ ജനിപ്പിക്കുന്നതാണോ? അല്ല, അത് ആ ജീവാത്മാവ് അത് ഫോളോ ചെയ്ത് അത് തന്നെ സെലക്ട് ചെയ്യണം, അല്ലെ? അതാണ് ഭഗവാൻ അങ്ങനെ പറയുന്നത്. 20 ഭഗവാൻ പറയാണ്, ഒരു അടിയും കൂടി മുന്നിലേക്ക് കയറിയാണ് നമ്മൾ ഭഗവാൻ പറയുന്നത്. കുറച്ച് കട്ടിയായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ആസുര ജീവഗണങ്ങളിൽ അനേകം തവണ ജന്മമെടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും, ഒരു കട്ടിയാണ്, എന്റെ അടുത്തെത്തുകയില്ല. ക്രമേണ അധികം നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നു. നോക്കുക, 19 ഒരു സൂപ്പർലേറ്റീവിലാണ് ഭഗവാൻ ഇവിടെ 20 കൊണ്ട് പറയുന്നത്. ഭയക്കേണ്ട കാര്യം തന്നെ, അല്ലെ? അപ്പോ ആസുര ഗുണം ഒരു കാരണവശാലും നമുക്ക് വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള ഒരു ശ്ലോകമാണിത്. അപ്പോ ഇവിടെ ഒരു കാര്യം ഭാവാർത്ഥത്തിൽ ഇത് വായിച്ചു നിർത്തുമ്പോൾ, ഈ വിവർത്തനം വായിച്ചു നിർത്തുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മുമ്പ് ഭഗവാൻ ഇത്തിരി കരുണ കുറഞ്ഞോ എന്നൊരു സംശയം. ഭഗവാൻ ഒരു മേഴ്സിഫുൾ അല്ലാത്ത പോലെ ഒരു സംശയ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, അല്ലെ? ഇത്തിരി ഹാർഡായിട്ട് തന്നെ പറയും. അതുകൊണ്ട് പ്രഭാതന് ഭാവാർത്ഥത്തിന്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ അത് കണ്ണിക്കുന്നുണ്ട്, ഭഗവാൻ കരുണാമൂർത്തി തന്നെ. എന്താ ആ പ്രഭാത ഭാവാർത്ഥം നോക്കുക. കാരണം എന്താണ് ഇത് വായിക്കുന്ന ഒരു ഭക്തന് എന്തായിരിക്കും മനസ്സിൽ തന്നെ ഈ വിവർത്തനം വായിച്ചെന്നുള്ള പ്രഭാതം അറിയുന്നതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ കരുണാമൂർത്തി തന്നെ. എങ്കിലും അസുര പ്രകൃതക്കാരിൽ ഒരിക്കലും കനിയുകയില്ലെന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. അപ്പൊ അസുരിക പ്രകൃതക്കാർക്ക് ഒരു ഭീഷണി തന്നെയാണത്. ഇവർ ജന്മം തോറും രാക്ഷസീയ ഗർഭങ്ങളിൽ പിറന്ന് ഭഗവത് കരുണയ്ക്ക് പാത്രീഭവിക്കാതെ അധികം അധപ്പതിച്ച് അവസാനം പൂച്ച, നായ, പന്നി എന്നിവയുടെ ശരീരം കൈക്കൊള്ളുന്നു. വരും കാല ജന്മങ്ങളിൽ ഒന്നിനും ഒരിക്കലും അവർക്ക് ഭഗവത് കരുണ ലഭിക്കാൻ ഇടയാകാനിടയില്ലെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരക്കാർ നായ, പന്നി എന്നീ വർഗങ്ങളിലേക്ക് താഴ്ന്നു പോകുമെന്ന് വേദങ്ങളും പറയുന്നുണ്ട്. ഈ അസുരവർഗത്തോട് കനിവില്ലാത്ത ഈശ്വരനെ എങ്ങനെ സർവ്വദയാലുവെന്ന് കരുതാമെന്ന വാദം ഇവിടെ സംഗതമത്രയും. തോന്നുന്നില്ലേ അത് കേട്ടിട്ട്? വേദാന്ത സൂത്രത്തിൽ അതിനുത്തരം കാണാം. ഭഗവാന് ആരോടും വിദ്വേഷമില്ല. അസുരഗണങ്ങളെ ജീവിതത്തിന്റെ അധോതലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഭഗവാന്റെ കനിവിനൊരു ഉദാഹരണം മാത്രമാണ്. അത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? അസുരഗണങ്ങളെ ജീവിതത്തിന്റെ അധോതലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഭഗവാന്റെ കനിവിനൊരു ഉദാഹരണമാണ്. തോന്നുന്നുണ്ടോ? അതായത് ഇവിടെ പറയുമ്പോൾ വീണ്ടും അവര് ഒരു അസുര ഗണത്തിലുള്ള ആള് മനുഷ്യനായിട്ടല്ല ജനിക്കാൻ പോകുന്നത്. നായയോ, പൂച്ചയോ, പട്ടിയോ, പന്നിയോ ഒക്കെ ആയിട്ട് ജനിക്കും. അത് ഭഗവാന്റെ മേഴ്സിയുടെ ഒരു എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. നമുക്ക് തോന്നും, അല്ലെ, ഒരു കോൺട്രഡിക്ഷൻ പോലെ തോന്നും. പറയാം, ചിലപ്പോൾ അദ്ദേഹം ആസുര സ്വഭാവികളെ നിഗ്രഹിക്കുന്നതും അവരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ. അപ്പൊ നമുക്ക് അവിടെ നിർത്താം. അപ്പോ പ്രഭാതനെ ഇവിടെ പറയുന്നു, ഭഗവാൻ ഇങ്ങനെ ആസുര സ്വഭാവികളെ ഇതുപോലെ ഉള്ള താഴ്ന്ന വർഗത്തിലേക്ക് വീണ്ടും ജനിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്വഭാവികളെ ഭഗവാൻ നേരിട്ട് വന്ന് നിഗ്രഹിക്കുന്നു. കാര്യമൊക്കെ നമുക്കറിയാം, അല്ലെ? ഇപ്പൊ ഒരു രാവണന്റെ കാര്യം നമുക്കറിയാം, അല്ലെ? ഹിരണ്യകശിപുവിന്റെ കാര്യം, ശിശുപാലനൊക്കെ നമുക്കറിയാം. അപ്പൊ അവരെയൊക്കെ ഭഗവാൻ നിഗ്രഹിക്കുന്നതോടുകൂടി എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം? എന്താണ്? ഭഗവാന്റെ കൈ വെച്ച് അവർക്ക് മോക്ഷം കിട്ടും. പക്ഷെ ആ മോക്ഷങ്ങളില് കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം അതിന് വ്യത്യാസമുണ്ട്. ആ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് മോക്ഷമായിരിക്കും? സായുജ്യം. അതായത് അത് ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതി വരെ ഒരു മോക്ഷമാണ് അവർക്ക് കിട്ടുന്നത്. അവര് ചിലപ്പോ ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിൽ ഒരു വൈരക്കല്ല് പോലെയൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. അത് തന്നെയാണ് യോഗികള് വളരെ കഷ്ടപ്പെട്ട് അഷ്ടാംഗയോഗയൊക്കെ ചെയ്ത് യോഗികളും തേടുന്ന സ്ഥലം. അവിടെയൊക്കെ തന്നെ അവർ എത്തുള്ളൂ. അതേസമയം
ഒരു ഭക്തൻ എത്താൻ പോകുന്നത് അവിടെയല്ല. ഭക്തൻ അവിടെ ഒരു വെളിച്ചമായിട്ടൊന്നും പോയി ഇരിക്കുകയല്ല പോകുന്നത്. കാരണം ഭക്തൻ മോക്ഷമേ ആഗ്രഹിക്കുന്നില്ല. 5 തരം മോക്ഷങ്ങളെ ഭഗവാന്റെ മോക്ഷങ്ങളെ ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നില്ല. ഭക്തന്റെ ലക്ഷ്യം എന്താണ്? ഭക്തൻ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. അതുപോലെ ഒരു ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. ഭക്തൻ ആകെ ഭഗവാന്റെ ദാസാനു 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 ഭഗവാനെ ഇങ്ങനെ സേവിച്ചുകൊണ്ടിരിക്കുക. ഭഗവാനെ എങ്ങനെയൊക്കെ സേവിക്കാം എന്നത് മാത്രമാണ് ഒരു ഭക്തന്റെ ചിന്ത. അപ്പൊ ഭക്തന് മോക്ഷത്തെ കുറിച്ചോ അങ്ങനെ ഒന്നിനെ കുറിച്ചും യാതൊരു വ്യാകുലതയും അവിടെ ഇവിടെ എന്നൊന്നും ചിന്തിക്കുന്നില്ല. ഭഗവാനെ സേവിക്കുക എന്നുള്ളത് മാത്രം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അസുരഗണങ്ങളെ ജീവിതത്തിന്റെ അധോതലത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്ന് ഭഗവാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അവിടെ? ഇപ്പൊ ഒരാള് വളരെ ആസുരികമായ കർമ്മങ്ങളൊക്കെ ചെയ്തു കൂട്ടി അയാളോട് ഭഗവാൻ ദയ കാണിക്കുന്നു. എങ്ങനെ? വേറൊരു താഴ്ന്ന തരം പട്ടിയോ പൂച്ചയോ നായോ പന്നിയൊക്കെ ആയിട്ട് തരം താഴ്ത്തിക്കൊണ്ട്. എങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കാം? അതെന്താന്ന് വെച്ചാല് ഒരാള് തെറ്റ് ചെയ്തു തുടങ്ങിയാൽ ഈ തെറ്റ് വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ തെറ്റ് എന്ന് പറയുമ്പോൾ ഒരാളുടെ സ്വഭാവത്തിലാണ് തെറ്റ്, അല്ലെ? ആസുര ഗുണങ്ങളെ സ്വഭാവത്തിൽ കയറി വരുന്നതിന്റെയൊക്കെ തുടക്കം ഒക്കെ നമ്മൾക്ക് പറഞ്ഞാൽ അത് മുൻ കർമ്മ ഫലമൊക്കെ ആയിട്ടാണ്. പക്ഷെ ഇതിന്റെ എല്ലാം തുടക്കം ഒരു ബേസ് നമുക്ക് ചിന്തയാണ്. ശരി അല്ലെ? എന്തൊരു കാര്യം നമ്മൾ പ്രവർത്തിക്കുന്നതിന് മുന്നേ എന്ത് വരും? നമുക്ക് തോട്ട് പ്രോസസ് ഉണ്ട്, അല്ലെ? നമ്മളൊന്ന് ചിന്തിക്കും. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ മറ്റുള്ള 84 ലക്ഷം ജീവജാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 4 ലക്ഷം മനുഷ്യ തരമാണ് അതിന് വിവേചന ബുദ്ധി ഉള്ള കൂട്ടരാണ്. അപ്പൊ നമുക്ക് ശരിക്കും അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. ഈ നമ്മളുടെ ചിന്തയുടെ ഗതി അനുസരിച്ച് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്തായാലും ആ ചിന്ത ഇത്തിരി ശക്തമായി കഴിയുമ്പോൾ അതൊരു ഡിസയറായി മാറും, ഒരു ഇച്ഛയായി മാറും, ചെയ്യാനുള്ള ഒരു ഇച്ഛയായി മാറും. ഇനി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അതൊരു സങ്കല്പമാവും, അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ എന്ന് പറയും. ഒരു ഇന്റൻഷനിലേക്ക് ആ ഇന്റൻഷൻ നമ്മൾ പറയില്ല, നമ്മൾ സങ്കല്പം എടുക്കുകയാണ്, അല്ലെ? നമ്മളൊരു സങ്കല്പം എടുത്തു, ഇനി നമ്മൾ സങ്കല്പം എടുത്താൽ പിന്നെ നമ്മൾ അത് പ്രവർത്തിക്കും. അപ്പൊ ചിന്തയിൽ നിന്ന് അതൊരു ഇച്ഛയാവുന്നു, അല്ലെങ്കിൽ ഡിസയർ ആവുന്നു. ആ ഡിസയറിൽ നിന്ന് അത് ഒരു സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഇന്റൻഷനിലേക്ക് കടക്കുന്നു. നേരെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പ്രവർത്തിക്കുന്നു. ഇപ്പൊ കലിയുഗത്തില് നമുക്കൊരു കൺസെഷൻ ഉണ്ട്. എന്താണ്? നമുക്ക് മനസ്സാ വാച കർമ്മണ, അല്ലെ, പാപങ്ങള് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് പർജനം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാനോട് പറയുന്നുണ്ട്, അല്ലെ? അയ്യോ, ഞാൻ അപ്പുറത്തുള്ള എന്റെ ഗുരുക്കന്മാരെയും പിതാമാരെയൊക്കെ കൊല്ലുന്നവരും ചിന്തിച്ചു പോയി. കൃഷ്ണ, മതിയായിട്ട് പണി മതിയായിട്ട് നമുക്ക് പോവാം. അതായത് ഞാൻ യുദ്ധം ചെയ്യാനില്ല, ഇനി ഞാൻ കാട്ടിൽ പോയിട്ട് സന്യസിക്കുക. കാരണം ഞാൻ ചിന്തിച്ചു പോയി. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആയുധമൊക്കെ താഴ്ത്തിട്ട് നിൽക്കുക, അവര് വന്ന് എന്നെ കൊല്ലട്ടെ. അതാണ് ഇതിന് ഏറ്റവും നല്ല പശ്ചാത്താപം എന്നാണ് 1-ാമത്തെ അധ്യായത്തിൽ അർജുനൻ പറയുന്നു, അല്ലെ? കാരണം അവിടെ അർജുനൻ എന്തിനാണ് അവിടെ പശ്ചാത്തപിക്കുന്നത്? ചിന്തിച്ചു പോയി ഞാൻ അവരെ കൊല്ലുന്നു. പക്ഷെ കലിയുഗത്തിൽ നമുക്കൊരു കൺസെഷൻ ഉണ്ട്. എന്താണ്? ചിന്ത കൊണ്ടുള്ള പാപം ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ചിന്തിച്ചുകൊണ്ട്, ഇപ്പൊ ഞാൻ ഒരാളെ പറ്റി മോശമായിട്ട് ചിന്തിച്ചു, ആ ചിന്തിച്ചത് മോശമായത് കൊണ്ട് ഒരു പാപം അല്ലെങ്കിൽ അതിന്റെ ഒരു കർമ്മഫലം നമുക്ക് കലിയുഗത്തിലില്ല, ഒരു ഇളവുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് വെച്ച് നമ്മൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനെ ഇഷ്ടമല്ല, ഞാൻ അവനെ കുറിച്ച് നന്നായിട്ട് മോശമായിട്ട് ചിന്തിക്കട്ടെ എന്നങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? പാപം ആവില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് വർക്ക് ചെയ്യും. അതായത് അത് ഇച്ഛയായി മാറും. ഇച്ഛ ചിലപ്പോ ഇന്റൻഷനിലേക്ക് പോയിട്ട് അത് കർമ്മത്തിലേക്ക് പോകും. അത് ചിലപ്പോ വാക്കായിട്ട് പുറത്തു വരും. കഴിഞ്ഞു. വാക്കായിട്ട് പുറത്തു വന്നാലും പ്രവൃത്തിയായിട്ട് പുറത്തു വന്നാലും പാപമുണ്ട്. അപ്പോൾ ചിന്ത വേരോട് നമ്മൾ മുറിക്കേണ്ട ആവശ്യം, ആ ചിന്തിക്കാനേ പോകണ്ട. അപ്പൊ ചിന്ത ഈ പറഞ്ഞ പോലെ ഇച്ഛയായി, ഇന്റൻഷനായി, അല്ലെങ്കിൽ സങ്കല്പമായത് കർമ്മമായിട്ടും ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, അപ്പൊ അത് മോശമായ കർമ്മം ആയിക്കോട്ടെ, നല്ല കർമ്മം ആയിട്ടെ, മോശമാണെങ്കിൽ ആ കർമ്മം നമുക്ക് എന്തുണ്ടാവും? ഒരു പ്രവൃത്തി, അല്ലെ? പ്രവൃത്തി ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും? ജോലിയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ? എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കും, അല്ലെ? അപ്പൊ പ്രവൃത്തി എങ്ങനെ എക്സ്പീരിയൻസ് വരുന്നത്? നമ്മൾ അക്കാഡമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവോ? ഇല്ല. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, അല്ലെ? അതുപോലെ ഈ ചിന്ത ഇതുപോലെയുള്ള ഒരു പ്രോസസ്സിലൂടെ വന്ന് നമ്മളൊരു കർമ്മമായിട്ട് മാറുമ്പോൾ അതൊരു പ്രവൃത്തിയാകുമ്പോൾ പ്രവൃത്തി പരിചയം ഉണ്ടാവും, അതായത് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ ഒരു കർമ്മവും ഒരു എക്സ്പീരിയൻസും വന്നതിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് നമ്മുടെ മനസ്സിലെ ഇംപ്രഷൻസ് ഉണ്ടാക്കും.
നമ്മൾ വെറുതെ വായിച്ചു പോകുന്ന ഇംപ്രഷൻസ് ഉണ്ടാക്കില്ല. നമ്മളിങ്ങനെ കർമ്മം ഒരെണ്ണം ചെയ്തു, അതൊരു പ്രവൃത്തി പരിചയം എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അത് നമ്മുടെ സംസ്കാരമായിട്ട് മാറും. അപ്പൊ നമ്മൾ ഇതേ കാര്യം തുടരുകയെന്ന് വെച്ചു, ഒരു ജോലി, ഒരു എക്സ്പീരിയൻസ്. അപ്പൊ എന്ത് വരും, ഇതേ പണി ചെയ്തുകൊണ്ടിരുന്നാല് നമ്മുടെ എക്സ്പീരിയൻസ് കൂടാൻ തുടങ്ങും. ശരിയല്ലേ? അപ്പൊ ഈ എക്സ്പീരിയൻസ് അങ്ങനെ റീഇൻഫോഴ്സ് ആയി കഴിയുമ്പോൾ അത് ചില പാറ്റേൺസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കും. അതാണ് നമ്മുടെ വാസനകൾ എന്നൊക്കെ പറയുന്നത്. അവന് ഇന്നതിന്റെ വാസനയുണ്ട്, കാരണം അതാ അങ്ങനെ വരുന്നത്, അതാ ആ ഇംപ്രഷൻസിൽ നിന്ന് വാസനകൾ നമ്മളിലുണ്ട്. ഇത്തരം കുറെ വാസനകൾ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്, പലതരം വാസനകൾ നമ്മളിങ്ങനെ കയറി പിടിച്ചു കൊണ്ടുതാണ്. ഈ വാസനകളെല്ലാം മെർജ് ആയിട്ടാണ് അയാളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സ്വഭാവത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ് അത് വ്യക്തിയല്ല, ഇത് ആസുരിക ഗുണത്തിലാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ആ വ്യക്തിയുടെ സ്വഭാവം തന്നെ ആസുരികമായിട്ട് മാറും. നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരുന്നു. അപ്പൊ ഇതെന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് നമ്മൾക്ക് ചിന്തകളിൽ തന്നെ നമ്മൾ കടിഞ്ഞാണിടേണ്ടതിന്റെ ആവശ്യം. നമ്മള് ചിന്തയിൽ തന്നെ നമ്മൾ ആ പ്യൂരിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അല്ലാതെ നമുക്ക് കലിയുഗത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പാപമില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല. അത് ഏറ്റവും വലിയ ഒരു അപകടത്തിലേക്ക് നമ്മളെ കൊണ്ട് നയിക്കും. അപ്പൊ ആ ചിന്തയിൽ തന്നെ നമുക്ക് പ്യൂരിറ്റി ആവശ്യമാണ്. അത് നമ്മളുടെ സ്വഭാവത്തിനെ തന്നെ പ്യൂരിറ്റി ഉണ്ടാക്കി തരും. ഇനി ഇപ്പൊ ഒരാള് ഇതുപോലെയെല്ലാം ചിന്തിച്ചു, ഒരു ഉദാഹരണം പറയും, ഒരു കുട്ടി, ആ കുട്ടി അച്ഛനും അമ്മയും ആ കുട്ടിയെ നല്ല രീതിയിൽ വളർത്താൻ ആഗ്രഹിക്കുക. എല്ലാ അച്ഛനമ്മമാരും കുട്ടികൾ നല്ല രീതിയിൽ വളർത്താൻ ആഗ്രഹിക്കുക. പക്ഷെ ഈ കുട്ടി തലതിരിഞ്ഞു പോകും. കർമ്മഫലമായിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. അല്ലെങ്കിൽ നമ്മൾ പറയും കൂട്ടുകെട്ട് കൊള്ളില്ല എന്ന് പറയും, അല്ലെ? ആ കുട്ടി ആകെ മോശമായി പെരുമാറുന്നു. അപ്പൊ എന്ത് ചെയ്തു? സ്കൂളിൽ നിന്ന് ദിവസവും പരാതിയാണ്, ആകെ പ്രശ്നം, ക്ലാസ്സിൽ പ്രശ്നമാണ്, നാട്ടിൽ പ്രശ്നം, ആകെ പ്രശ്നം. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് ആകെ തലവേദനയും. അപ്പൊ അച്ഛനും അമ്മ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എന്ത് ചെയ്യും? സ്കൂള് മാറ്റാം. ചെയ്തൊരു കാര്യമാണ്. ചിലപ്പോൾ ആ സ്കൂളൊന്ന് മാറ്റി വെക്കും. കാരണം ആ സ്കൂളൊന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ മാറും. സ്കൂൾ മാറ്റി കഴിഞ്ഞപ്പോ കൊണ്ടുപോയ സ്കൂളിൽ അവിടുത്തെ പിള്ളേർ കൂടി ചീത്തയായി, കാരണം വീണ്ടും മോശം. അപ്പൊ ആ സ്കൂളുകാർ പറഞ്ഞു ഇവിടെയും ശരിയാകൂല എന്ന് പറഞ്ഞു. ജീവാത്മാവിനെ ഇതിന്റെ ഒപ്പം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. ജീവാത്മാവ് ഇതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, ചിലങ്ങളുടെ ഓരോ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യുന്നു വെച്ചാല്, ഈ മാതാപിതാക്കൾ വിചാരിക്കുന്നത് ഇവരൊരു പണി കൊടുക്കാം, ഇവരെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് എവിടെയെങ്കിലും ചേർക്കാം. അവിടെ ആവുമ്പോ കുറച്ച് അച്ചടക്കം, അല്ലെ, ഉണ്ടാവും. ചിലപ്പോൾ ചില വീട്ടുകളിൽ പണ്ട് കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്ന ഇവരെയൊക്കെ ഒരു അമ്മാവന്റെ കൂടെ, പണ്ട് ഇന്നിപ്പോ അങ്ങനെയില്ല, എല്ലാവരും പാരന്റ്സിന്റെ കൂടെ കുട്ടികൾ വളരുള്ളൂ. പണ്ട് അങ്ങനെയല്ല, ബന്ധുക്കളുടെ കൂടെ കൊണ്ടുപോയി നിർത്തും. എന്റെ ചേച്ചിയൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടോ, ഞാനൊന്നും അങ്ങനെയല്ല. എന്റെ ചേച്ചിയുടെ ഒക്കെ കാലഘട്ടത്തിൽ അവര് പറയും, അവരൊക്കെ പഠിച്ചത് ചിലപ്പോ അമ്മായിയുടെ വീട്ടിലൊക്കെ നിന്നിട്ടാണ് പഠിക്കുന്നത്. അവരൊക്കെ ഒരുമിച്ച് ഒരേ പ്രായമുള്ള അവർ ചേച്ചിമാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ പഠിക്കുന്നത് അച്ഛനും അമ്മയുടെ കൂടെയല്ല. അപ്പൊ അങ്ങനെയൊക്കെ അത് നല്ലൊരു കാര്യം കൂടിയാണ്. അപ്പൊ ചിലപ്പോ ഈ അച്ഛനും അമ്മയും വിചാരിക്കും, ഓക്കെ, ഈ ഒരു ഇവൻ തലതിരിഞ്ഞു പോയല്ലേ, അമ്മാവന്റെ കൂടെ കൊണ്ട്. അപ്പൊ അമ്മ പറയും, എന്റെ ആങ്ങളയുണ്ട് ഇവിടെ കാസർഗോഡ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ചേട്ടന്റെ അടുത്തുണ്ടാക്കി ഇവൻ നന്നായിക്കോളുന്നുണ്ട്. അപ്പൊ ശരിയാ, അപ്പൊ ഇവിടുന്ന് ഒരു തലവേദന ഉണ്ടല്ലോ എന്നാണ് ഈ അച്ഛൻ വിചാരിക്കണം. അങ്ങനെ ഈ പയ്യനെ കൊണ്ട് ചിലപ്പോ അമ്മാവന്റെ കൂടെയാകും. ശരി, ഇതൊക്കെ നടക്കുന്ന കാര്യം. എന്തിനാണ് അതെല്ലാം ചെയ്യുന്നത്? ആ ഒരു അസോസിയേഷൻ മാറ്റി ഇവന്റെ ആ കൂട്ടുകെട്ട് മാറ്റാൻ. കുറച്ചു കാലം കഴിയുമ്പോൾ അന്വേഷിക്കുമ്പോൾ അറിയാം അമ്മാവനും ചീത്തയായി പോയി കാണും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, കാരണം പോണ ആളുടെ പോലെ ഇരിക്കുമെന്നല്ലേ. പക്ഷെ എന്തിനാണ് അങ്ങനെ മാറ്റുന്നത്? പക്ഷെ അതും കഴിഞ്ഞിട്ട് അമ്മാവനോടൊന്ന് നാട്ടുകാർ പറയാം, അമ്മാവനോട് ഇത് ഇവിടെ വേണ്ട, തിരിച്ച് തന്നെ എറണാകുളത്ത് ഉണ്ടാക്കിയേക്കെന്ന് പറഞ്ഞാൽ തിരിച്ചു ഉണ്ടാക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടാക്കാൻ ചെയ്യും. കാരണം വെച്ചാൽ അവിടെ ആകുമ്പോൾ കുറച്ച് അച്ചടക്കവും. ശരിയല്ലേ ഞാൻ ഈ പറയുന്നതൊക്കെ സംഭവിക്കുന്ന കാര്യം? ആ ബോർഡിംഗ് സ്കൂളിൽ എന്തിനാ കൊണ്ടാണ്? ഒരു അച്ചടക്കത്തിൽ പോകും. അപ്പൊ ബോർഡിംഗ് സ്കൂളിൽ ചെന്നാൽ രാവിലെ എണീക്കുന്നു, പല്ലേക്കുന്നു, കുളിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റിന് മണിയടിക്കും, കഴിക്കുന്നു, കയറുന്നു, ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. അപ്പൊ മനസ്സിലായോ, ഇതിലും അച്ഛൻ്റെ അമ്മയുടെയും കൂടി ആയിരുന്നു, അവിടെ ഇത്തിരി ഡീസന്റ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ എനിക്ക് ഈ പണി കിട്ടില്ലായിരുന്നു. അപ്പൊ ചിന്തിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഭഗവാൻ എങ്ങനെയാണ് ഇവരോട് മേഴ്സി കാണിക്കുന്നതെന്ന് വെച്ചാല്, ഇവർ ആസുര ഗുണത്തിന് വല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവര് വീണ്ടും മനുഷ്യനായിട്ട് തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വിവേചന ബുദ്ധിയുണ്ട്, അല്ലെ? അവർക്ക് ഡിസ്ക്രിമിനേറ്റിംഗ് ഇന്റലിജൻസ് ഉണ്ട്. അപ്പൊ മനുഷ്യ ജന്മം വളരെ പുണ്യജന്മമാണ്. ആ പുണ്യജന്മത്തിൽ അവൻ വീണ്ടും ആശ്രിക കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ വളരെ നിജമായ തരത്തിലേക്ക് താഴ്ന്നു പോകും. അവരെ രക്ഷിക്കാനായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ബോർഡിംഗ് സ്കൂളിലേക്ക് വിടുകയാണ്. എന്താണ്? ഒരു അനിമലാക്കി മാറ്റും. അനിമലായാൽ എന്താ? ഒരു പാപവും ഇല്ല. കാരണം എന്താ? അവൻ പൂച്ചയായി, പൂച്ചയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം തിന്നാം, പാപമില്ല. പട്ടിയായി, പുലിയായി, പുലി പോയി മാനിനെ കൊന്നു തിന്നു, അതിന്റെ ഏരിയയാണത്. അപ്പൊ ആ ഒരു
പ്രോസസ് സൈക്കിളിലേക്ക് അങ്ങോട്ട് കയറ്റി കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അദ്ദേഹം പിന്നെ ആ സൈക്കിളിൽ 80 ലക്ഷം തരത്തിലേക്ക് എത്രയോ ജന്മാന്തരങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോ ആദ്യം ഒരു പക്ഷിയായിരിക്കും, കഴുകനായിരിക്കാം, പിന്നെ ഒരു പ്രാവായിരിക്കാം, ആനയാവാം, കോഴിയാവാം, എന്തും അങ്ങനെ ഓരോരോ ജീവജാലങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹത്തിനെ കുറച്ചു നേരത്തേക്ക് ബോർഡിങ്ങിലാക്കി ഒരു സമാധാനമുണ്ട് അല്ലേ? ആ രീതിയിലാണ്. അതാണ് കരുണ കാണിക്കുന്നതെന്ന് പ്രഭാതൻ അവിടെ വിവർത്തന ഭാവാർത്ഥത്തിൽ പറയും. അപ്പോ ഭഗവാൻ അവരോട് മേഴ്സിഫുൾ ആണ്. കാരണം അവർ ഇനിയും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പല പല ചാൻസ് കൊടുക്കും ഭഗവാൻ. വീണ്ടും വീണ്ടും ചാൻസ് കൊടുത്തു നോക്കും. പക്ഷെ അപ്പോഴും ഈ ആശ്രിത സ്വഭാവം ഇതിനെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തുക. അപ്പൊ അങ്ങനെയാണ് ഭഗവാൻ അവരോട് കരുണ കാണിക്കുക എന്നുള്ളൊരു പ്രധാന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ ഭാവാർത്ഥത്തിന്റെ ബാക്കി ഭാഗത്തിൽ പറയുന്നു, ഭഗവാനാൽ കൊല്ലപ്പെട്ടവൻ മുക്തി നേടുന്നുവെന്ന് വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പറഞ്ഞു. രാവണൻ, കംസൻ, ഹിരണ്യകശിപു എന്നിവരെ കൊല്ലുന്നതിനായി ഭഗവാൻ പല വിധത്തിലുള്ള അവതാരങ്ങൾ എടുത്തുള്ളതായി ഉദാഹരണങ്ങളുണ്ട്. തന്നാൽ കൊല്ലപ്പെടുവാൻ ഭാഗ്യമുണ്ടായ സ്വഭാവികളോട് അദ്ദേഹം കനിവ് കാണിച്ചു. അല്ലെ? അത് നമ്മൾക്ക് അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞു. അവർക്കിപ്പോ ഹിരണ്യകശിപുവിനെ വധിച്ചപ്പോൾ തന്നെ എന്താണ് പ്രഹ്ലാദൻ ആവശ്യപ്പെട്ടത്? എന്താണ്? ഭഗവാനോട് ആ വധത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് ഒരു മുക്തി ലഭിക്കുന്നു. പക്ഷെ മകൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കണമെന്നുള്ളത്. അപ്പൊ അതുപോലെ എന്നാൽ ആ ഒരു ഭക്തനോട് ചെയ്ത ആ ഒരു നരസിംഹ അവതാരം അത്ര ഉഗ്ര രൂപത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നില്ല ഒരിക്കലും ഭഗവാൻ അദ്ദേഹത്തിനോട് കരുണ കാണിക്കുമെന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ ഭഗവാൻ കരുണാമയൻ. അതാണ് പ്രഭാതര ഭാവാർത്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഭഗവാൻ കരുണാമൂർത്തി തന്നെ എന്നു. അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ 19, 20 വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം. പക്ഷെ നമ്മൾക്ക് അറിയാം, നമ്മള് 7-ാം അധ്യായം, അത് പ്രത്യേകിച്ച് 9-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഒരുപാട് എൻകറേജിങ് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഭഗവാന് എല്ലാവരോടും സമഭാവനയാണുള്ളത് എന്നുള്ള അവിടെ പറയുന്ന ഒരു ശ്ലോകം ഉണ്ട് അല്ലെ? 9.29 അല്ലെ? അതായത് എന്തായിരുന്നത്? അഹം സമഹ, അത് സമൂഹം അല്ലെ? സമൂഹം സർവഭൂതേഷു ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകം മുഴുവനായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ആ ശ്ലോകത്തിൽ പറയുന്നത് എല്ലാവരോടും, എനിക്ക് ആരോടും പക്ഷാഭേദമില്ല. അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. എനിക്ക് ആരോടും അസൂയയില്ല, എല്ലാവരെയും ഞാൻ സമഭാവനയോടെ കാണുന്നു എന്ന് ഭഗവാൻ പറയും. പക്ഷേ അപ്പൊ രണ്ടാമത്തെ ലൈനിൽ ഒരു തൂ ഉണ്ട്. തൂ പക്ഷേ ഒരു കാര്യം ഭഗവാൻ പറയുന്നുണ്ട്, എന്നോട് ഭക്തി പുരസ്സരം അല്ലെങ്കിൽ എന്നോട് ഭക്തി പുരസ്സരം എന്നെ സേവിക്കുന്നത് ആരാണോ അവന്റെ സുഹൃത്താണ് ഞാൻ അവന്റെ സുഹൃത്തുമാണ്, അവൻ എന്നിൽ അധിവസിക്കുന്നു എന്നാണ് ആ ശ്ലോകം പറയുന്നത്. അതിവിടെ പറയണതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ അത്രയും കരുണാമയനാണ്. അപ്പൊ നമ്മൾ ഭഗവാനിലേക്ക് അടുക്കും തോറും അവൻ എന്നിൽ അധിവസിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭൗതികമായിട്ടല്ല. ഭഗവാനിൽ ഒരു ഭക്തൻ അധിവസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായിട്ടല്ല. കാരണം ഒരു ഭക്തൻ, ഒരു യഥാർത്ഥ അല്ലെങ്കിൽ ഒരു ശുദ്ധ ഭക്തന് എപ്പോഴും കൃഷ്ണാവബോധത്തിലായിരിക്കും. കൃഷ്ണാവബോധത്തിലുള്ള ഒരു ഭക്തൻ ആധ്യാത്മികമായിട്ട് ഭഗവാനിൽ തന്നെയായിരിക്കും. അതാണ് അവൻ എന്നിൽ അധിവസിക്കുന്നു എന്ന് ഭഗവാൻ ആ 9-ാമത്തെ അധ്യായത്തിൽ പറയും. അപ്പോ അങ്ങനെ അത്രയും പിന്നെ 30-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം, 31-ാമത്തെ ശ്ലോകങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ എത്രത്തോളം ഒരു ശ്ലോകം ഉണ്ടല്ലോ, അതെ ആ ശ്ലോകം. അപ്പൊ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ഒരാള് നമ്മള് അവിദ്യ ദുരാചാരത്തെ ആ ശ്ലോകം അതില് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നമ്മൾ ഒരാള് ഭക്തിമാർഗത്തിൽ നിന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അയാൾ വളരെ മോശപ്പെട്ട അല്ലെ, വളരെ ഹീനമായ, അങ്ങനെ തന്നെ പറയുന്നത്, വളരെ ഹീനമായ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടാൽ പോലും നമ്മൾ അദ്ദേഹത്തിനെ ക്രിറ്റിസൈസ് ചെയ്യാനൊന്നും പാടില്ല. എന്തുകൊണ്ട്? അയാൾ തിരിച്ച് ആ ഒരു ഹീനമായ കർമ്മത്തിൽ പെട്ടു, പക്ഷെ എന്നിട്ട് അയാൾ അത് തിരിച്ച് ഭഗവാന്റെ ഭക്തിസേവനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇനി വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താൻ ക്വാളിഫൈഡ് അല്ല. അപ്പൊ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരെ തെറ്റിദ്ധരിക്കും. ഇപ്പൊ ഒരാള് ചെയ്യുന്ന കർമ്മം കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ഇവരൊരു ആസുരനാണെന്ന് നമ്മൾ വിചാരിക്കും. ഇതെല്ലാം നമ്മുടെ പെർസെപ്ഷനാണ്, നമ്മളുടെ വിചാരം. നമ്മൾ അറിയുന്നില്ല സത്യത്തിൽ ആ വ്യക്തി എന്താ ചെയ്യുന്നത്. നമ്മൾ ഉദാഹരണം പറയാറുണ്ടല്ലോ, ഇപ്പൊ പണ്ട് പറയാറില്ലേ, ഒരു പട്ടാളക്കാരൻ അതിർത്തിയിൽ പോയിട്ട്
അതിർത്തിയിൽ പോയിട്ട് അവൻ ഒരു ശത്രുവിനെ വെടിവെച്ച് കൊല്ലും. അവരൊരു കൊലപാതകമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അയാൾക്ക് കിട്ടുന്നത് ഒരു മെഡലാണ്, അല്ലെ, അവാർഡാണ് കിട്ടുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു അതോറിറ്റി പെർമിഷൻ കൊടുത്തിട്ടാണ് അത് ചെയ്യുന്നത്, രാജ്യ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നത്. അതേ പട്ടാൾക്കാരൻ ലീവിൽ വന്നിട്ട് ഒരു അതിർത്തി തർക്കോ എന്തെങ്കിലും പറഞ്ഞിട്ട് അയൽ ലോകത്തുള്ള ഒരാളെ തല്ലുകയോ പിടിക്കുകയോ ചെയ്ത് കൊലപാതകം നടന്നാൽ എന്ത് സംഭവിക്കും? അയാൾ ജയിലിലാവും, അല്ലെ? അതുപോലെ തന്നെയാണ് ഭഗവാന്റെ സമ്മതത്തോട് കൂടിയിട്ട്. അതാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്, അല്ലെ? അത് അർജുനോട് യുദ്ധം ചെയ്യാൻ പറയുന്നതുകൊണ്ടാണ്, സമ്മതം കൊടുക്കുന്നതാണ് ഭഗവാൻ. ഭഗവാന്റെ പെർമിഷനോട് കൂടിയിട്ട് നമ്മൾ ആ കർമ്മം ചെയ്യുകയാണെങ്കിൽ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതൊരു നീച കർമ്മം പോലെ തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, അല്ലെ? നമുക്കറിയാം, നമുക്ക് ഒരുപാട് 4 തരം ഡിഫക്ട്സ് ഉള്ളവരാണ്. അപ്പൊ നമുക്ക് ഇന്ദ്രിയങ്ങളൊന്നും നമ്മുടെ പെർഫെക്റ്റ് അല്ല. അപ്പൊ നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മള് ഈ ശ്ലോകം എല്ലാം വായിച്ചതിന് ശേഷം ഇന്ന ആൾ അസുര സ്വഭാവമാണ്, ഇന്ന ആൾ ദൈവിക സ്വഭാവമാണ്, മറ്റുള്ളവർ അസസ്മെന്റിനൊന്നും പോകാൻ പാടില്ല. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ സെൽഫ് അസസ്മെന്റിനുള്ള ശ്ലോകം. പ്രഭാതത്തിൽ ഇതെല്ലാം പറയുന്നത്, ഇപ്പൊ ഞാനിത് വായിക്കുമ്പോൾ ഞാൻ നിങ്ങളോടല്ല പറയുന്നത്, ഞാൻ എന്നോട് തന്നെ പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെയാണ് ഈ ശ്ലോകങ്ങളും പർപ്പട്ടും വിവർത്തനവും വായിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 മണിയായി. അപ്പോ ഈ ശ്ലോകത്തിന്റെ ഒരു ബേസ് ചെയ്ത് പിന്നെ ഒരു പ്രധാന കാര്യം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ശരണ്യ ശ്യാം സുന്ദർ പ്രഭുവാണ് 19ാമത്തെ ശ്ലോകം എടുത്തപ്പോ പ്രഭു വളരെ ഹാർഡായിട്ടെന്ന് പറയാൻ പറ്റില്ല, വളരെ പഞ്ചിങ് ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മള് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉപേക്ഷിക്കണതിന്റെ അത്യാവശ്യം. അപ്പൊ പ്രഭു കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലാവും, പ്രഭു ഒരു ഉദാഹരണം പറഞ്ഞു ജീവിതത്തിൽ നിന്ന്. അത് പറഞ്ഞപ്പോ പ്രഭു ഒന്ന് തേങ്ങുകയുണ്ടായി. അത് കണ്ടിരുന്ന ഞാനും കണ്ണൊക്കെ നിറഞ്ഞുപോയി. എന്റെ ഭയങ്കര സങ്കടം എനിക്ക് വന്നു. ഉണ്ടായിരുന്നവർക്ക് അറിയാൻ സാധിക്കും. അത് കാരണം എന്താ വെച്ചാൽ, ഒരു മൃഗത്തിനെ കൊല്ലുന്നതും അതിന്റെ ഭക്ഷണം ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് പ്രഭു വർണ്ണിച്ചത്. അപ്പോ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാല്, നമ്മൾക്ക് ഈ ആന്തരിക സ്വഭാവങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് പറഞ്ഞു പോകുമ്പോൾ അതിൽ കരകയറാനുള്ള മാർഗങ്ങൾ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് പല രീതിയിൽ. അപ്പൊ അതിനകത്ത് തന്നെ പ്രഭാതനം നമ്മൾക്ക് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാം. നമ്മൾ കുറെ ഫിലോസഫി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കത് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോ അതിനായിട്ട് പ്രഭാതം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മുടെ മാലയിൽ നമ്മൾ ജപിക്കുക എന്നുള്ളത്. അപ്പോ ഈ മന്ത്രം ജപം തന്നെ നമ്മളെ മാറ്റിക്കും. ഒരുപാട് പേർക്ക്, നമ്മൾക്ക് എല്ലാവർക്കും ജീവിതാനുഭവം ഉണ്ടാകും, അത് തീർച്ചയായും ഉണ്ടാകും, അത് ഇല്ലാതിരിക്കില്ല. കാരണം ഈ ഒരു മാല ജപിക്കുന്നതോടുകൂടി ഉണ്ടാവുന്ന മാറ്റം, കാലക്രമേണ നമുക്കുണ്ടാകുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് നമ്മൾ ഈ ആന്തരിക സ്വഭാവങ്ങളിൽ നിന്ന് പിടിച്ചു മാറ്റി നിർത്താൻ നമ്മളെ തീർച്ചയായും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത ഒരു പ്രധാന കാര്യമാണ് കഴിഞ്ഞ ആഴ്ച വളരെ ഇതായിട്ട് പറയാൻ, നമ്മുടെ പ്രസാദ ഭക്ഷണം എന്നുള്ളത്, അല്ലെ? പ്രസാദമല്ലാത്തത് എന്തും വിഷമാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പാപമാണ് ഭക്ഷിക്കുന്നതെന്നാണ് പ്രഭാതത്തിൽ പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മള് പ്രസാദത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെ ആവശ്യമാണ്. അപ്പോ അത് മുമ്പും നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മള് ഒരുപക്ഷെ നമ്മളിപ്പോ ഇസ്കോൺ സെന്ററിൽ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ നടക്കുന്നിടത്ത് മാതാപിതാക്കൾ പോകുകയും അതെല്ലാം ഫോളോ ചെയ്യുകയും ചെയ്യും. അവർ അത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുകയും വീട്ടിൽ ചെന്നിട്ട് കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അതൊന്നും ഒരു എന്താ പറയണ പ്രത്യേകതയുള്ള സർവ്വസാധാരണമായി നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രാവർത്തികമാക്കേണ്ടത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആ വളർന്നു വരുന്ന തലമുറയ്ക്കും ആന്തരിക സ്വഭാവങ്ങൾ കിട്ടാതെ നോക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ്. അപ്പൊ അവര് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും തന്നെ കഴിച്ച് വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിലേക്ക് വരും. കാരണം എന്ത് വെച്ച് കഴിഞ്ഞാല് അവരുടെ എന്തൊക്കെയാണോ ഈ മൃഗീയ വികാരങ്ങൾ അതെല്ലാം അവരിലേക്ക് എത്തും. ഇപ്പൊ നമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഭക്ഷണം, ഒരു അമ്മ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കി ഭർത്താവിനോ കുട്ടികൾക്കോ ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു ഭാവം പ്രധാനമാണ് അവിടെ, അല്ലെ? ഇപ്പൊ നമ്മൾ ഭഗവാന് ഒരു നിവേദ്യം അർപ്പിക്കുമ്പോൾ എന്ത് ഭാവത്തിലാണ് നമ്മൾ ഭഗവാന് അർപ്പിക്കുന്നത്? ഓരോരുത്തരുടെയും ഭാവം ഓരോ രീതിയിലായിരിക്കും, അല്ലെ? നമുക്കത് പേഴ്സണൽ ആയിരിക്കും ഓരോരുത്തരുടെ. അത് ചിലപ്പോൾ ഉണ്ണിക്കണ്ണന് കൊടുക്കുന്ന പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കാമുകന് കൊടുക്കുന്ന പോലെ ആവാം. ഏതൊരു ഭാവത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് സമർപ്പിക്കുന്നവർക്ക് ആ ഭാവം അറിയാൻ പറ്റും. അപ്പൊ ആ ഭാവത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ സ്വീകരിക്കും. ആ ഭാവം പ്രധാനമാണ്, വളരെ പ്രധാനം. അത് ചെക്ക് ചെയ്യാനാണ് തുളസി എന്നാൾ അവിടെ ഉള്ളത്, അല്ലെ? തുളസി ദേവി, വൃന്ദാദേവി അത്
അത് ചെക്ക് ചെയ്യുക തന്നെ ചെയ്യും, അത് അസസ് ചെയ്യുക തന്നെ ചെയ്യും. അതുപോലെ ഒരു അമ്മ വീട്ടില് മകൻ വരികയാണ്, അല്ലെങ്കിൽ മകൻ കോളേജിൽ നിന്ന് വരാൻ സ്കൂൾ വിട്ട് വരുമ്പോ ആ മകനെ അവൻ ഇന്ന ഒരു ഡിഷ് അല്ലെങ്കിൽ ഇന്ന ഒരു കറി അല്ലെങ്കിൽ ഇന്ന ഒരു പലഹാരം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അമ്മയ്ക്കറിയാം. അപ്പൊ അമ്മ എന്ത് ചെയ്യും, അതിലെ ഏറ്റവും നല്ല സാധനം വാങ്ങിച്ച് അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നല്ല സ്വാദിഷ്ടമായിട്ട് ഉണ്ടാക്കും, അല്ലെ? ഉണ്ടാക്കിയിട്ട് ആ കുട്ടിക്ക് കൊടുക്കുകയാണ്, ആ കുട്ടി കഴിക്കുകയാണ്. അത് പച്ചക്കറി തന്നെ ആയിക്കോട്ടെ, ഒരു മീറ്റും അല്ല, അത് കൊടുക്കുകയാണ്, ആ കുട്ടി ഭക്ഷിക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷം അമ്മ ഉണ്ടാക്കി തന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്ന വെച്ചാല് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ധാന്യം, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പച്ചക്കറി, ഈ പച്ചക്കറി ആണെങ്കിൽ പോലും ഒരു സസ്യവും അത് ജീവനുണ്ട്, അല്ലെ? അതിലൊരു ജീവാത്മാവുണ്ട്. അപ്പൊ നമ്മളൊരു മൃഗത്തിനെ കൊല്ലുന്നത് പോലെ, ഒരു മീനിനെ കൊല്ലുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു അനിമലിനെ കൊല്ലുന്നത് പോലെ തന്നെയാണ് ഒരു ചീര മുറിച്ചാലും ഒരു മരം അല്ലെങ്കിൽ അതിന്റെ ഒരു മാങ്ങയോ അല്ലെങ്കിൽ എന്ത് അടിച്ചാലും അതേ പാപങ്ങൾ അവിടെയും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു അരി ചിലപ്പോൾ ഈ അരി വരുന്നത് അല്ലെങ്കിൽ ഗോതമ്പ് വരുന്നത് ഏതെങ്കിലും ഒരു പാടത്ത് നിന്നാവാം. അവിടെ ചിലപ്പോൾ ആ കർഷകന് കൃത്യമായ കൂലി കൊടുക്കാതെ അവന്റെ മകൻ പട്ടിണി കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവന്റെ ആർക്കെങ്കിലും ഒക്കെ വല്ല ദുരിതങ്ങൾ ഉണ്ടായ സമയത്ത് വളരെ അവന്റെ കണ്ണീര് വീണ വിത്തുകളായിരിക്കാം ചിലപ്പോ കടകൾ, റേഷൻ കടയോ അല്ലെങ്കിൽ കടകൾ വഴി വന്ന് അതിലായിരിക്കാം ഇത് വെച്ച് കുഴച്ച് മാവുണ്ടാക്കി കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതെല്ലാം ആ പാപങ്ങളെല്ലാം വന്ന് കയറുകയാണ് അവരുടെ ഈ കുട്ടിയിലേക്ക്. കൊടുക്കുന്നത് ഒരു അമ്മ നല്ല സ്നേഹത്തോടെ കൊടുക്കുന്നത്, പക്ഷെ കൊടുക്കുന്നതിൽ ഒരുപാട് ഏതെങ്കിലും അമ്മമാർ ഇതറിഞ്ഞാൽ സഹിക്കോ? കൊടുക്കാൻ ഇല്ല, അല്ലെ? ഇങ്ങനൊരു പാപമാണ് കൊച്ചിന് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആ ഭക്ഷണം ഉണ്ടാക്കി വൃത്തിയോടെ രുചിക്കാതെ ഉണ്ടായി ആ ഭക്ഷണം നമ്മൾ വീട്ടിലുള്ള ഭഗവാന് നിവേദിക്കും. ഭഗവാന് നിവേദിച്ചതിന് ശേഷം അതിന്റെ ഉച്ഛിഷ്ടം, അത് പ്രസാദമായിട്ട് എടുത്തിട്ട് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുമ്പോൾ എന്തെല്ലാം പാപങ്ങള് ആ വഴി കയറി വന്നു അതൊന്നും ഇല്ലാണ്ടാവും. അതെല്ലാം ഭഗവാൻ അതിനെല്ലാം ന്യൂട്രൽ ആക്കി, നല്ലിഫൈ ചെയ്യും. അപ്പോ നമ്മൾ ഭഗവാന്റെ പ്രസാദത്തിന്റെ ഏറ്റവും പ്രധാനം അതാണ്. നമ്മളൊരു കടയിൽ പോയിട്ട് പൊറോട്ട മേടിക്കുന്നു, അല്ലെങ്കിൽ കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ചപ്പാത്തി മേടിക്കുമ്പോൾ നമുക്കറിയില്ല അത് ഉണ്ടാക്കിയവന്റെയും കുഴച്ചവന്റെയും ഇതിന്റെ കാര്യമൊന്നും നമുക്കറിയില്ല. അത് മേടിച്ചിട്ടുണ്ടോ നമുക്ക് ഭഗവാന് വെക്കാനും പറ്റില്ല. നമുക്ക് ഏത് സാഹചര്യത്തിലാണ് അത് ഉണ്ടാക്കിയെന്ന് നമുക്കറിയില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അതൊക്കെ കൊണ്ട് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഒരു ഭാവം, അത് ഉണ്ടാക്കിയ ആളുടെ എന്തെല്ലാം ഭാവങ്ങളുണ്ടോ അതെല്ലാം ഈ കുട്ടിയിലേക്ക് കയറാനുള്ള സാധ്യതകൾ വിരളമല്ല. അപ്പൊ നമ്മൾ തീർച്ചയായും പ്രഭാതത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പ്രസാദം വളരെ പ്രധാനമായ ഒരു ഘടകമാണ് നമ്മുടെ സാധനയിൽ, അതുപോലെ തന്നെ ഭക്തിയുത സേവനത്തിൽ, അതുപോലെ തന്നെ ചാൻഡിങ് ഒരുപാടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ശ്രവണം, നമ്മൾ നവവിധ ഭക്തി പറയുമല്ലോ, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പൊ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതിലെല്ലാം നമ്മൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് ശ്രവണം, കീർത്തനം, സ്മരണം. അപ്പൊ ശ്രവണം എന്ന് പറയുമ്പോൾ നമുക്ക് ഹരികഥാ ശ്രവണം ചെയ്യാം, അല്ലെ? പിന്നെ നമ്മൾ തന്നെ മാലയില് ചാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് തന്നെ കേൾക്കാം. അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മൾ ഭഗവാനെ സ്മരിക്കാം. അപ്പൊ ശ്രവണം, കീർത്തനം, സ്മരണം തന്നെ നമുക്ക് ചാൻഡിങ്ങിലൂടെ തന്നെ നവവിധ ഭക്തിയുടെ ആദ്യത്തെ പ്രധാനമായ 3 കാര്യങ്ങൾ കിട്ടും. പിന്നെ അതിന്റെ കൂടെ നമ്മൾ പ്രസാദവും കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന പോലെ ആന്തരിക യോനികളിലേക്കുള്ള ജനനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനും മറ്റുള്ളവർക്ക് ഒഴിവാക്കി കൊടുക്കാനും ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. കാരണം പ്രഭാതരുടെ ആ ഒരു നെക്ടർ നമുക്ക് ഇതുപോലെ അറിവുള്ളവർ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം അതിൽ നിന്ന് കരകയറുന്നുള്ളതാണ് പറയാനുള്ളത്. ഹരികൃഷ്ണ, ഒരു സമയം ആയി. ഇനി എന്തെങ്കിലും ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അറിയാവുന്നതാണ്, ഈ പറയും, അല്ലെങ്കിൽ ചോദിച്ചു പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭു പറഞ്ഞല്ലോ, അസുര ഗുണമുള്ളവരെ ഭഗവാൻ പരിണാമയനായതുകൊണ്ട് അവരെ വീണ്ടും അവരോട് കഴിവ് കാണിച്ചിട്ട് പിന്നെ ആനിമൽസിന്റെ അതിലും താഴ്ന്ന തലത്തിലേക്ക് ഭഗവാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഇവർക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരം കിട്ടുമോ? തീർച്ചയായും കിട്ടും, അവർക്ക് കിട്ടും. പക്ഷെ അതാണ് ഇവിടെ പ്രഭാതര് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു വരുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ 84 ലക്ഷം തരം യോനികളിലൂടെ ഒരു ജീവാത്മാവ് കടന്നു പോകുന്നുള്ള കാര്യം നമ്മളിപ്പോൾ പറയാറുണ്ട്. അതിൽ 4 ലക്ഷം തരമുള്ളൂ മനുഷ്യൻ, അല്ലെ?
ഈ 4 ലക്ഷം തരം എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്ത്? 4 ലക്ഷം തരം മനുഷ്യർ ഒരു ടൈപ്പേ ഉള്ളൂ അല്ലെ? അത് എന്തിനെ ബേസ്? നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ ബേസ് ചെയ്താണ്, നമ്മളുടെ അവബോധത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മളെല്ലാം മനുഷ്യർ തന്നെയാണ്, പക്ഷെ പലതരം അവബോധത്തിലുണ്ട്. അപ്പോ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവര് ഒരു ഏതെങ്കിലും, അതായത് ഈ ഒരു പ്രോസസ്സ് പോയാൽ അതൊരു ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സിലേക്ക് അവർ കയറി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും അറിയണ്ട, പിന്നെ അതൊരു പ്രോഗ്രാമഡ് ആണ്. അവരെ ആദ്യം ചിലപ്പോൾ ഒരു രജോ ഗുണ പക്ഷിയാവാം, നേരത്തെ പറഞ്ഞ പോലെ, പിന്നെ ഒരു തമോ ഗുണ പക്ഷിയാവാം, പിന്നെ ഒരു രജോ ഗുണ പക്ഷിയാവും, പിന്നെ ഒരു സത്വഗുണ പക്ഷിയാവാം, പിന്നെ ഒരു തമോ ഗുണ അനിമൽ ആവാം. അത് തന്നെ പല അനിമൽസ് ഉണ്ടല്ലോ. അങ്ങനെ കറങ്ങി 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 എത്രയാന്ന് നമുക്ക് പോലും അറിയില്ല അല്ലെ? എത്രയോ ജന്മാന്തരങ്ങൾ അവരുടെ അങ്ങനെ കിടന്ന് ഇതൊക്കെ ഒരു സൈഡാക്കും ഭഗവാൻ. അതാണ് ഇവിടെ ഭഗവാൻ എടുത്ത് പറയുന്നത്. ഇത് വായിച്ചാൽ നമുക്ക് തോന്നും അവർ ഒരിക്കലും വരില്ല. കാരണം ഒരിക്കലും എന്നൊരു വേർഡുണ്ട്. ഇത്തരക്കാർ ഒരിക്കലും എന്റെ അടുത്തെത്തുകയില്ല, ഒരിക്കലും എന്ന് ഭഗവാനെ എത്തുകയില്ല. അതാണ് പ്രഭാതർ അവിടെ തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന്റെ ഭാവാർത്ഥത്തില്. എന്ന് വെച്ചാൽ അത് പെർമനന്റ് ആണെന്ന് ആരും വിചാരിക്കണ്ട. അവര് വരും എപ്പോ, പക്ഷെ എത്രയോ കാലം നമുക്ക് പറയാൻ പറ്റില്ല. അവരവിടെ തന്നെ കിടക്കും. അങ്ങനെ കറങ്ങി 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 ഒരു തവണ അവർക്ക് വീണ്ടും വീണ്ടും ഈ ഒരു ഏതെങ്കിലും ഒരു അവബോധത്തിലുള്ള ഒരു മനുഷ്യന്റെ ചാൻസ് കിട്ടും. അപ്പോഴും ഭഗവാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. അപ്പോഴും ശരിയായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും. അപ്പൊ അവര് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ ഇതേ ചോദ്യം തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടിയത് ഇങ്ങനെയാണ്: അവരിടയ്ക്ക് ഒരു മനുഷ്യരായിട്ട് വരും, അപ്പോഴും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, അമ്മാവന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞാൽ, ബോഡിക്ക് പോയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വിടും. അതാണ് അതിന്റെ അടുത്ത് എത്തില്ല എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഭഗവാന്റെ അടുത്ത് നിന്നുകൊണ്ട് നമ്മളിപ്പോ ഈ ഇവിടെ മനുഷ്യ ജീവാത്മാവായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലെ? എന്താണ് നമ്മളുടെ ഈ മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം? മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്താ? ഈ ബർത്ത് ഡെത്ത് സൈക്കിള് ഭേദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു ഡയറക്ഷൻ അല്ല നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ റോങ് ഡയറക്ഷൻ ആയി കഴിഞ്ഞു. നമ്മൾ ഭഗവാനെ മറക്കുന്നതോടുകൂടി നമ്മൾ പാപമായി ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ സത്യത്തിൽ അവരെ മാറ്റി നിർത്തി രക്ഷിക്കുകയാണ്. കാരണം അവരെ ആ അനിമൽ സ്പീഷീസ് ഇവിടെ കുറച്ചു കാലത്തേക്ക് അവര് ആ വഴി പോയി 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 കറങ്ങി കറങ്ങി വന്ന് വീണ്ടും ഒന്ന് മനുഷ്യരാകുമ്പോൾ ചിലപ്പോ രക്ഷപ്പെട്ടേക്കാവും, ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പോകും. അപ്പൊ അങ്ങനെ പോകുന്നവർ ചിലപ്പോ ആയിന്ന് എപ്പോ ആവുന്നത് അത് ഭഗവാന് തന്നെ അറിയാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. ആ പറഞ്ഞോളൂ, പ്രഭു ആഡ് ചെയ്യോ അതിന്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈ പറഞ്ഞതിന് യാതൊരു വ്യത്യാസമില്ല. എന്നിരുന്നാൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഒരു പട്ടിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ പട്ടിക്ക് ഒരു അവസ്ഥയുണ്ട്. പട്ടി എന്ത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ജീവിക്കണം, അതിന് ഭക്ഷണം കഴിക്കണം, അതിനൊരു രീതിയുണ്ട്. അതിനപ്പുറം അത് പോവില്ല. മനുഷ്യനെ അത് പോവുള്ളൂ. മനുഷ്യൻ നമ്മുടെ ഇഷ്ടപ്രകാരം പല രീതിയിലും പോകും. ഈ മൃഗങ്ങൾക്കായാലും ഇതായാലും യാതൊരു വ്യത്യാസം. അവർക്ക് എന്താണോ വിധിക്കപ്പെട്ടത് അതേ കൂടെയാണ് അവർ വരുന്നത്. അപ്പൊ ഒരു ഉറുമ്പായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഉറുമ്പിന്റെ കാലശേഷം തീർച്ചയായിട്ടും അത് പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. ഒരു കർമ്മങ്ങൾ ചെയ്യുന്നില്ല. അതിനെ വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അതിന്റെ മേലേക്ക് പോകും. അങ്ങനെയാണ് ഇങ്ങനെ മേലോട്ട് പോകുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യാൻ അവരുടേതായ ഒരു രീതിയിൽ അവർ ജീവിക്കാൻ പോകുന്നില്ല. അവർക്ക് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിൽ കൂടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ആ പരിണാമം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രഭുവാദം പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. സമയത്തിന്റെ ഒരു കഥയും പറഞ്ഞുതരാം. പറഞ്ഞോളൂ കൃഷ്ണ. ഹിന്ദി ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു കഥ പറയാം. നിങ്ങൾ വേറൊന്നല്ല, സാങ്കേതികന്റെ ഒരു പ്രധാന ഒരു വ്യക്തി, അവൻ ഒരു ഭക്തൻ അല്ലെങ്കിൽ സന്യാസി എന്ന് വിചാരിച്ചോളൂ. അദ്ദേഹത്തിന് സാധനം കഴിക്കാനായിട്ട് വീട്ടിൽ കഴിച്ചു. വീട്ടിൽ വന്ന് വേണ്ട രീതിയിൽ എല്ലാം അദ്ദേഹത്തിനെ പൂജിച്ചു, എല്ലാം തന്നെ ചെയ്തു. നല്ല രീതിയിൽ പ്രസാദം കൊടുത്തു. പ്രസാദം കഴിച്ചു. പ്രസാദം കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം കൈ കഴുകാനായിട്ട് ഈ ലോട്ടയിൽ വെള്ളം കൊടുത്തു. ലോട്ടയിൽ വെള്ളം കൊടുത്ത് അത് പുറത്തുപോയി കൈ കഴുകി തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ചെയ്യാൻ ഈ ലോട്ട ഇയാളെ അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ, അദ്ദേഹം സഞ്ചി ഉണ്ടാവില്ല, സന്യാസിയൊക്കെ ആ സഞ്ചിയിലിട്ടു. അപ്പൊ ആൾക്കാർക്ക് അവസ്ഥ അവരൊക്കെ ചിന്തിക്കാൻ ഇതെന്ത് പറ്റിയത്. അപ്പൊ ഇദ്ദേഹം പോവാൻ നേരത്തെ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതുകൊണ്ട് പോയി. പിന്നെ കുറെ കഴിഞ്ഞ് പോയി കഴിഞ്ഞ ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ഈ ലോട്ട തിരിച്ചു കൊടുക്കണം അവിടെ ഗൃഹനാഥന്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇവിടുത്തെ സാധനം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിച്ചു. അപ്പോ നല്ല മനുഷ്യനും കുഴപ്പമൊന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു ചോദിച്ചു. കുറെ ചോദിച്ചു ജോലി എന്തായിരുന്നു. അതോ അദ്ദേഹം പണ്ട്
കളനായിരുന്നു. ആ കളവുണ്ടായിരുന്നു. ആ കളവൊക്കെ നിർത്തി പിന്നെ നല്ല രീതിയിൽ ജീവിക്കണം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതാണ് എനിക്ക് സംഭവിച്ചത് തന്നെയാണ്. ആ അന്ന് ആ കളവ് ചെയ്തതിന്റെ ആ കളനായിരുന്നതിന്റെ ആ അത് അദ്ദേഹം മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം മുഴുവൻ പോയിട്ടില്ല. അത് വെച്ചിട്ടാണ് അദ്ദേഹം സാധനം ഉണ്ടാക്കിയത്. അത് നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് ആ സ്വഭാവം വന്നു. ഈ സന്യാസികൾ അറിഞ്ഞിട്ടുള്ള പക്ഷെ അത് ആ പ്രസാദം കഴിച്ചതിന്റെ തോന്നുന്നു അദ്ദേഹത്തിന് ചെയ്തതായിട്ട് തോന്നുന്നു. അപ്പോ ആലോചിക്കാം, സാധനം കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാം, പുറത്തുനിന്നൊന്നും കഴിക്കാതിരിക്കാം, വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ പറഞ്ഞോട്ടത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. ഹരേ കൃഷ്ണ. ഒരെണ്ണം ഞാൻ പറയാം. കാക്കയുടെ തേനും ചപ്പാത്തി കഴിക്കുന്നത് കുറിച്ചിട്ടുള്ളൂ ഒരു എക്സാമ്പിൾ കഴിഞ്ഞ് ഞാൻ സമയത്താണ്. നല്ലൊരു എക്സാമ്പിൾ ആണ്. പ്രസാദത്തിന്റെ ഉദാഹരണം പറഞ്ഞപ്പോ രണ്ട് കാര്യങ്ങളിലൂടെ ആഡായി കിട്ടി. അത് തീർച്ചയായും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രസാദം. അത് നമ്മളെ മാറ്റിമറിക്കും, നമ്മുടെ തലമുറകളെ തന്നെ മാറ്റിമറിക്കും. കൃഷ്ണ. നമ്മുടെ മറ്റ് ക്ഷേത്രങ്ങൾ, ഇപ്പൊ ക്ഷേത്രങ്ങൾ, അതുപോലെ നാഗക്ഷേത്രങ്ങൾ, അവിടെ നിന്നൊക്കെ ഒരു പ്രസാദം കിട്ടുന്നുണ്ട്, പായസവും മറ്റു കാര്യങ്ങളും. അത് കഴിച്ചാൽ ഉള്ള എന്താണ് അതിന്റെ ഒരു പ്രസാദം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൃഷ്ണന് അർപ്പിക്കുന്ന പ്രസാദമാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പ്രസാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആവില്ലല്ലോ, തീർച്ചയായും ആവില്ല. നമ്മൾ കഴിക്കരുത് കഴിക്കരുത് തന്നെയാണ് അല്ലെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഏകാദശി ദിവസം നമ്മൾ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രസാദമുണ്ട്. എന്താണ്? ഗോതമ്പ. നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മളൊരു ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് തന്നെ ഫോളോ ചെയ്യണ്ടേ. കാരണം അവിടുത്തെ പ്രസാദത്തിനെ കുറിച്ച് അപ്പൊ ഇതിപ്പോ ഗുരുവായൂർ കൃഷ്ണൻ നമ്പറാണ്, അവിടെ കൊടുക്കുന്നത് പ്രസാദം. അത് കഴിക്കണം. ഞാൻ പറഞ്ഞത് ഏകാദശി ദിവസത്തെ ആ വ്യത്യാസം പറയും. അതെ. അപ്പൊ നമ്മള് ഇത് നവധാന്യങ്ങൾ ഉപേക്ഷിക്കുന്നവർ അത് കഴിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അവിടെ മാറ്റം വരുത്താൻ പറ്റില്ലല്ലോ. പ്രസാദം കിട്ടിയായിരുന്നു. ഏകാദശി ജന്മപുരിയിലില്ല. അവിടെ കെട്ടി വെച്ചേക്കാണ് ജഗന്നാഥ പ്രസാദം. ഹരിദാസാപ്പുറം ചെയ്യുമ്പോൾ ഹരിദാസാപ്പുറം കഴിക്കാൻ പറ്റില്ല, പക്ഷേ ചെയ്യാൻ പറ്റില്ല. മഹാപ്രസാദം പോകുന്ന പോലെ പ്രസാദത്തെ ഇങ്ങനെ പ്രൈസ് ചെയ്ത് അടുത്ത ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് പ്രസാദം അതാണെങ്കിലും അത് അവോയ്ഡ് ചെയ്ത് ഏകാദശി എന്ന് പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ക്വാളിറ്റീസ് ആളുകളുടെ വേൾഡിലെ രീതിയിൽ എത്രയോ വാർ നടക്കുന്നു. ചില ആൾക്കാർ പറയുന്നതിനേക്കാൾ എത്രയോ വാർ അമേരിക്ക എന്തൊക്കെ ബോക്സ് ഫ്ലൈറ്റ് ആക്സിഡന്റും ഒക്കെ സംഭവിക്കുന്നു. ആക്ച്വലി ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരാൾ സർവൈവ് ചെയ്തു. So what are we learning from what exactly God shows us? അങ്ങനെ നമുക്കൊരു ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് ശരിക്കും പഠിക്കുവാനുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ആ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ അത്രയും പേര് മരിച്ചു, അതൊന്നും പറയാൻ ഞാൻ ആളല്ല. ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളതും നമുക്കിപ്പോ അദ്ദേഹത്തിന്റെ കർമ്മഫലം എന്നൊന്നും എവിടെ നമുക്കത് പറയാൻ സാധിക്കില്ല. അത് നമുക്കറിയില്ല ഭഗവാൻ എന്താ. കാരണം നമുക്കൊരിക്കലും ഭഗവാൻ എന്താ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതിനൊരു ഒറ്റ ഉത്തരം എനിക്ക് ഇതുപോലെ ഒരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ പറയാം. അപ്പൊ അത് പ്രഭുപാദരുടെ ഒരു ഉത്തരമാണ്. അതായത് കിണറ്റിൽ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അന്വേഷിച്ച് പോകുന്നതിലും നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതിന്റെ പുറകെ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇപ്പൊ നമ്മള് ഭൗതികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കയറാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഫ്ലൈറ്റ് വീടിന്റെ മുകളിൽ കൂടി പറക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതൊന്നും നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. സമയമാകുമ്പോ നമുക്ക് അതിന് ഒരു മെസ്സേജേ ഉള്ളൂ. ജനനം പോലെ തന്നെയാണ് മരണവും. നമുക്കും അറിയില്ല അല്ലെ. അതിൽ ആര് രക്ഷപ്പെട്ടു ആര് മരിച്ചു എന്നുള്ളതിന്റെ കാര്യം നമ്മൾ തേടി പോകേണ്ട കാര്യമില്ല. അതിന് പ്രഭുപാദരോട് ഞാൻ പ്രഭുപാദരോട് പറയണല്ല, ജനറലായിട്ട് പറയും. ഇതേ ഒരു പ്രഭുപാദരോട് ചോദിച്ചു, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു
സംസാര സാഗരത്തിൽ വന്ന് പെട്ടതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അല്ലെ എങ്ങനെ ഒരു പ്രവാചകൻ പറഞ്ഞു വെച്ചാല് ഒരാള് കിണറ്റിൽ വീണ് കിടക്കുകയാണ്. ഞാൻ എങ്ങനെ വന്നു വീണു എന്ന് ചിന്തിക്കണയാണോ എത്രയും പെട്ടെന്ന് കയറി പോണാണ് നല്ലതെന്ന് പ്രവാചകൻ തിരിച്ചു ചോദിച്ചു. അല്ലെ എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം നമ്മൾ ചെറിയ കാര്യങ്ങളുടെ പുറകെ നമ്മുടെ മീഡിയ ചാനൽ പോലെ അവരിഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അവരിരുന്നിട്ട് പല രീതിയിൽ പല ആംഗിളിൽ ഇരുന്നിട്ട് അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഒരു കാര്യമുള്ളൂ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അതായത് ഏത് നിമിഷവും ഇത് ഈ ആത്മാവ് ഈ ശരീരത്തിനെ വിട്ട് അടുത്ത ബോഡിയിലേക്ക് പോവാം. അപ്പൊ അതാണ് നമ്മൾക്കുള്ള മെസ്സേജ്. ഈ ഒരു കിട്ടിയ ചാൻസ്, ഈ നിമിഷം, അടുത്ത നിമിഷം ഉണ്ടോന്ന് പോലും നമുക്ക് അറിയില്ല. അത്രയും എന്നിട്ട് നമ്മൾ അഹങ്കരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ആകെ ഒറ്റ മെസ്സേജേ ഉള്ളൂ. ഒരാൾ രക്ഷപ്പെട്ടോ എത്ര പേര് മരിച്ചു എന്നുള്ള ഒറ്റ കാര്യം. ഇത് വളരെ പ്രഷ്യസ് ആണ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് കളയാനില്ല. ഒരു സെക്കൻഡ് ഒരു മാല, ഒരു പ്രാവശ്യം ഭഗവാന്റെ നാമം വിളിച്ചാൽ നമുക്ക് രക്ഷ ഉണ്ടാവുന്നുള്ളതാണ് നമ്മൾക്കുള്ള മെസ്സേജ്. ഹരേ കൃഷ്ണ എന്നാണ് എനിക്ക് തോന്നുന്നത്. Mr. Prabhu, I will give one request example. Let me happen. Russia-Ukraine war, I have learned that. Apo that actually the other side is even the so our Ukraine was the richest person that time. So war and the place won't destroy everything. It was disappeared side. Why can't you not say? So already crossed all the countries and Eastern Brother Maharaj asked like why me? So this was the difference. We sentence for you. Why you? Because you do that to protect you. You are a beautiful young lady, a small child, and you cross all the borders. And in the army, may transporting you from one border to another border to show that should not be stuck by managed elements. That is, if you are there, most of them cleaning them or tossing them. So army men, some places, put in their vehicle, giving them food and clothes, and transport as a without passport, visa, and any document. So, think that the person who is the friend was dedicated to live, and balance also died. And one good incident happened. I think so. How many noticed that? In the media, they showed one beautiful incident. Bhagavad Gita, how many noticed that? That's a big thing. It openly shows that whatever you believe or earn or do anything, nothing is going to be with you. But a person who took Bhagavad Gita showed the best example that degree the Kati and Bhagavad Gita, he got the message itself. ఇక్కడ మళ్ళీ క్లాస్ എടുത്ത് രാജേഷ് പ്രഭുവിനും ഫാമിലിക്കും വേണ്ടിയിട്ട് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama.